CPIയുടെ നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു. ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായി അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണ് CPIക്കെതിരെ ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഞാൻ പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു അഴിമതിയുടെ ഒരു പരാതി നൽകിയിരുന്നു പാർട്ടിക്ക്. അത് സത്യത്തിൽ കഴിഞ്ഞ അധ്യായമാണ്. അതിനെ തുടർന്ന് അന്വേഷണ കമ്മീഷനെ വെക്കുകയും ആ അന്വേഷണ കമ്മീഷൻ ഞാൻ നൽകിയ പരാതി ശരിയാണെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അത് അന്വേഷണ കമ്മീഷനിലൂടെ ബോധ്യപ്പെടുകയും അതിനനുസരിച്ച് നടപടിയെടുക്കുകയും ചെയ്ത വിഷയമാണ്. ആ അഴിമതിയുടെ പരാതി നൽകുന്നതിലേക്കും വ്യക്തിപരമായ പരാതി നൽകുന്നതിലേക്കും ഒക്കെ എന്നെ നയിച്ച നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പരാതി നൽകി അതിന് പരിഹാരമുണ്ടായി എന്നിരുന്നാൽ പോലും പരാതിക്ക് പരിഹാരമുണ്ടായി എങ്കിലും പരാതി നൽകാൻ ഇടയായ സാഹചര്യങ്ങൾക്കോ എൻ്റെ മറ്റു പല ആരോപണങ്ങൾക്കോ പരാതികൾക്കോ എൻ്റെ ദുരവസ്ഥകൾക്കോ ഒന്നും അവിടെ പരിഹാരമുണ്ടായിരുന്നതായിട്ട് വന്നില്ല. എന്നാലും കഴിഞ്ഞ ഇത്രയും വർഷക്കാലവും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും കേവലമായിട്ട് ഒരു സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനാപരമായ പ്രശ്നങ്ങളെയൊക്കെ ഏത് പ്രൊഫഷനാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാകണം, പരിമിതി ഉണ്ടാവണം. അതിന്റെ അപകടകരമായ രീതികൾക്ക് ഒരു പരിധി ഉണ്ടാവണം. സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയമാണ്. ഇത്തരത്തിൽ പാർട്ടി മാറുന്നത് പലപ്പോഴും ഈ പാർലമെന്ററി വ്യാമോഹം സീറ്റ് കിട്ടാത്തത് അത്തരം ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നാൽ പ്രതികരിക്കാൻ? എനിക്ക് അങ്ങനെ സ്ഥാനമോഹത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം നിരസിക്കപ്പെട്ടപ്പോൾ ഞാൻ പാർട്ടി മാറിയിട്ടില്ല. അതിനുശേഷം എനിക്ക് എന്നെ AIFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ അതിന് പകരം പാർട്ടി വിടാനല്ല, മറിച്ച് എന്നെ പുറത്താക്കിയത് തെറ്റായ നടപടിയാണ് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അതിനെ തുടർന്ന് ഞാൻ പരാതി നൽകുവാനാണ് തയ്യാറായിട്ടുള്ളത്. പരാതി നൽകിയിട്ടുണ്ട്. അതിന് ഫലമായിട്ട് എന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇറങ്ങേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇറങ്ങിയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും അവസാനം മെമ്പർഷിപ്പ് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാ വർഷവും നമ്മൾ അതിന്റെ ഒരു പരാതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബോധപൂർവമുള്ള ആക്രമണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കാലം ഫൈറ്റ് ചെയ്താലും നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ യുദ്ധം നമുക്കെതിരെ ഒരു യുദ്ധം നയിക്കുന്നത് അല്ലെങ്കിൽ നമുക്കെതിരെ വലവിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരു ചെകുത്താനാണ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത് ഡബിളിഷ് ആയിട്ടുള്ള ആക്ട്സ് ആണ്. അപ്പൊ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നത് ഒരു പരിധിവരെ സാധിക്കും. അതിനുശേഷം അത് അപകടകരമായിട്ടുള്ള സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ച് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഒരു ഭാഗത്തുണ്ട്. അത്തരത്തിൽ അവരെല്ലാം പരാതി ബോധ്യപ്പെടുത്തിയോ? ഈ വിഷയങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു? തീർച്ചയായിട്ടും വിഷയങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബിനോയ് വിശ്വം അദ്ദേഹത്തോടുള്ളൊരു വിഷമം ഇത് തന്നെയാണ്. MN സ്മാരകം എന്ന് പറയുന്ന പേരിലുള്ള MN സ്മാരകം എന്ന പാർട്ടി ഓഫീസിൽ ആ കസേരയിൽ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും താൻ ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യവും താൻ ആരെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടതെന്ന ഉത്തമ ബോധ്യവും മറ്റാരേക്കാളിലും വലുതാണ് ഒരു ന്യായാധിപൻ പാലിക്കുന്ന മൗനമാണ് ഏറ്റവും ക്രൂരം. ആ ന്യായാധിപനെ പോലെ ഇരിക്കേണ്ട ഒരാൾ വിഷയങ്ങൾ വരുമ്പോൾ പരാതികൾ വരുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു മൗനം പാലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നീതിക്ക് വേണ്ടി ഒരുപാട് കരയേണ്ടി വരുന്ന സഖാക്കൾക്ക് ഉറപ്പായിട്ടും അത് നീതി നിഷേധമാകും. അവർക്ക് പുറത്തോട്ടുള്ള വഴി ഒരു നേതാവ് തന്നെ തുറന്നു കൊടുക്കുന്ന അവസ്ഥ വരും. ഒരു വിഷയം രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകർ വിളിക്കുകയും അതിനെ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. പക്ഷേ ദുരുദ്ദേശപരമായ ചില പോസ്റ്റുകൾ അല്ലാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അതിലേതെങ്കിലും ഈ CPIയുമായി ബന്ധപ്പെട്ടവർക്ക് പങ്കുണ്ടായി സംശയിക്കുന്നുണ്ടോ? രാഹുൽ മങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഞാൻ ആ പോസ്റ്റ് ഇടാൻ തന്നെ നയിച്ചത് പത്തനംതിട്ട ജില്ലയിലുണ്ടായ ചില പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയം വന്നപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഒരു വിഷയം നമ്മളുടെ ശ്രദ്ധയിൽ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഏതാണ്ട് 60 ദിവസത്തിലധികം സ്ക്രീൻ സ്പേസും എയർ ടൈമും ലഭിച്ച വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിലേക്ക് പത്തനംതിട്ട ജില്ലയിൽ തന്നെ പ്രാദേശികമായിട്ട് ഇത്തരത്തിൽ ഞാൻ നിരവധി പരാതികൾ കൊടുത്തിട്ടുള്ളതിന്റെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരാളെ സ്വഭാവഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹോബിയായി കാണുന്ന ചിലർ പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വത്തിലുണ്ട്. അതിനെ തുടർന്ന് ഈ വിഷയത്തിൽ അൺനെസസറി ആയിട്ടുള്ള രീതിയിൽ എന്റെ പേര് കണക്ട് ചെയ്യപ്പെടുന്നതായിട്ട് ഞാൻ കുറെ ദിവസങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് സഹിഷ്ണുതയോടുകൂടി ഞാൻ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അവസാനം റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിക്കുകയും എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് ആധികാരികതയോടെ എന്നോട് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടത് എന്റെ ആവശ്യമായി വന്നു. അത് പത്തനംതിട്ടയിൽ തന്നെ ഈ ബട്ടർഫ്ലൈ എഫക്ട് എന്നൊക്കെ പറയുന്നത് പത്തനംതിട്ടയിൽ തുടങ്ങി വെച്ച ഒരു വിഷയത്തിൽ നിന്നാണ് എനിക്ക് അത്തരത്തിൽ ഒരു പരസ്യമായി അത്രയും വലിയൊരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരുപക്ഷെ സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനിയുമുണ്ട്. സീറ്റ് ആ ഘട്ടങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടോ?
രംഗത്തേക്ക്? അങ്ങനെ ഒരു തീരുമാനം വ്യക്തിപരമായി എടുക്കേണ്ടതല്ല ഒരിക്കലും. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി തീരുമാനിച്ച് അങ്ങനെ ഒരു ദൗത്യം ഉറപ്പായിട്ടും ഏൽപ്പിക്കുകയാണെങ്കിൽ, പരിഗണിക്കുകയാണെങ്കിൽ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ഇവിടെ ചോദിക്കുന്നത് പോലെ തന്നെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആണോ എന്നുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 20 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണി വിജയിക്കുന്ന ഒരു സീറ്റിൽ എന്ത് അധികാരമോഹത്തിന്റെ പേരിലാണ് ഞാൻ റീകണ്ടസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനൂടി എനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ മറുപടി പറയണം. അപ്പോൾ 20 വർഷക്കാലം ഇടതുപക്ഷം ജയിച്ച ഒരു സീറ്റിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷക്കാലം കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അധികാര പദവികളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ സഞ്ചരിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം പള്ളിക്കലിലെ ജനങ്ങളോടാണ്. ഞാനെന്ന വ്യക്തിയല്ല, പക്ഷേ ഞാൻ അഴിമതിക്കെതിരെ എടുത്ത നിലപാട്, ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്ന മറുപടി ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട്, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ ചെയ്ത തെറ്റ് അഴിമതിക്കെതിരെ കൊടുത്ത പരാതിയാണ് എങ്കിൽ, അതിന്റെ പേരിൽ എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ അതിനുള്ള വിധി എഴുത്ത് നടത്തേണ്ടത് ഉറപ്പായിട്ടും. സാഹചര്യത്തിൽ ജനങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരു ഘട്ടമുണ്ടായാൽ, ഒരുപക്ഷെ ജനവിധി തേടുന്ന ഘട്ടമുണ്ടായാൽ എല്ലാം ജനങ്ങളോട് പറയും. ഉറപ്പായിട്ടും പറയും. ഒരു നാരോ മൈൻഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നാരോഡ് ആയിട്ടുള്ള എന്റെ ആഗ്രഹങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടി അല്ല ഞാനൊരു പ്രസ്ഥാനത്തെ ഇറങ്ങിയത്. അപ്പോൾ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു എന്ന് ആത്മാർത്ഥമായി പറയുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക തന്നെ ചെയ്യും. എന്തായാലും കൃത്യമായി ഇനിയും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള വിഷയങ്ങൾ ഇനിയും തീരുമാനിക്കാനുണ്ട്. എന്തായാലും ജനങ്ങളുടെ മുന്നിലേക്കാണ് വരുന്നത്, ജനങ്ങൾക്ക് മുന്നിൽ എല്ലാം പറയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.